ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോണത്. വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബ്ലൂ കളർ ഇനാമൽ പെയിൻ്റ് ആട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനാമൽ പെയിൻറ്റിന് പകരം നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ 2 കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനാമൽ പെയിൻ്റ് ആകുമ്പോൾ നല്ല ലാഭമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ റേറ്റും അപ്പോൾ അതൊക്കെ ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കണേ. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പെൻസിലാണ്. അപ്പോൾ നല്ല ഷാർപ്പ് ചെയ്തിട്ടുള്ളൊരു പെൻസിലോ അല്ലെങ്കിൽ കളർ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എടുത്തത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മളൊരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ഡ്രോപ്പ് പെയിൻറ്റ് നമ്മൾ ബോട്ടിലേക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അകത്തുനിന്ന് ഇങ്ങനെ പുറത്തോട്ടൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ ഒരു പോയിൻറ്റഡ് ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് പോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടക്കായിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പുറത്തുനിന്ന് അകത്തോട്ടുള്ള രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞൊരു ഫ്ലവർ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഇതുപോലെ ആ ഒരു പെയിൻറ്റ് ഒന്നിങ്ങനെ ഒരു ഡ്രോപ്പ് പോലെ ആക്കി കൊടുത്തിട്ട് നമ്മളിതുപോലെ പെൻസിൽ വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ പെയിൻറ്റ് ഇല്ലാതിരുന്നാൽ നമുക്കിങ്ങനെ ഒരു 2-3 ഒരു ഇതുപോലെ ലൈൻ വരയ്ക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തീരെ പെയിൻറ്റ് ഇല്ലാതാവരുത്, കുറച്ചൊരു പെയിൻറ്റ് വേണം, എന്നാൽ ഒരുപാട് പെയിൻറ്റും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അത്രയും പെയിൻറ്റ് ആക്കി എടുക്കുക. നമുക്ക് വലിയ ഫ്ലവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം ഇങ്ങനെ പെയിൻറ്റ് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഡ്രാഗ് ചെയ്തെടുത്താലും മതി. നമ്മളൊരു ഷാർപ്പായിട്ടുള്ളൊരു പെൻസിൽ വേണമെന്നുള്ളൂ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കുറച്ചധികം തന്നെ ഞാൻ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വരയ്ക്കാനുള്ളൊരു എളുപ്പത്തിന് ഇങ്ങനെ 2-3 ഡ്രോപ്പ് ആക്കി എടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പെയിൻറ്റ് തികയാതെ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു ഷാർപ്പായിട്ടുള്ള പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള കുഞ്ഞു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു പെറ്റൽസിൻ്റെ ഒരു സൈസൊക്കെ ഇങ്ങനെ കുറച്ചുകൂടി ഡ്രാഗ് ചെയ്ത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഇതിൽ കുറച്ചധികം ഫ്ലവേഴ്സ് ഒന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ചധികം പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഡ്രോപ്പ് ആക്കി എടുത്തിട്ട് പെൻസിൽ വെച്ചിട്ടൊന്നിങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ വേണ്ടത് ആ രീതിയിലൊക്കെ ഒന്നിങ്ങനെ ആ ഒരു ബോട്ടിലെ ഫ്രണ്ട് സൈഡിൽ ഞാൻ കുറേ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ റെഡ് കളർ പെയിൻറ്റ് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു ഫ്ലവർ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ആ ഒരു 2 ഫ്ലവറിൻ്റെ നടുക്കായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരൊറ്റ കളർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒരു വൈറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ബ്ലാക്കിലൊക്കെ വൈറ്റ് ഫ്ലവർ മാത്രമായിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി ബേസ് കോട്ട് അടിച്ച് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് മാത്രമാകുമ്പോൾ അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് റെഡ് കളർ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ്, പിന്നെ അതുപോലെ യെല്ലോ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ്, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഡ്രോപ്പായിട്ട് 2 കളർ പെയിൻറ്റ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. റെഡും വൈറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്താലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നല്ലൊരു വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ചെയ്ത് ഇങ്ങനെ തുടങ്ങിയ സമയത്തേക്ക് തന്നെ ഭയങ്കര മഴക്കാറൊക്കെ വന്നിട്ട് ഇരുട്ടായിട്ടോ. അതാണ് തീരെ ഒരു ക്ലിയർ ഇല്ലാത്തത്. പിന്നെ അത് നിർത്തി വെച്ചിട്ട് ചെയ്യാനുള്ള അത്രയും ഒരു ബോട്ടിലായിട്ട് ചെയ്യാനുമില്ല. ഭയങ്കര സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ്. ജസ്റ്റ് ഈ ഒരു ഫ്ലവർ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാബ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്രീന് വെച്ച് നോക്കിയിട്ട് അപ്പോൾ ആ ഗ്രീനൊന്നും അതിലേക്ക് ആ ബ്ലൂ കളർ ബേസ് കോട്ട് ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് യെല്ലോ കളറും കൂടെ ചേർത്തിട്ട് ആ ഒരു ലീഫിൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് മേലോട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വീതി കുറഞ്ഞിട്ടും നീളം കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെയുള്ള ലൈൻസ് വരച്ചിട്ട് നമ്മളൊരു ലീഫ് പോലെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് ലീവ്സും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ ബേസ് കോട്ട് ആയതുകൊണ്ടാണ് അത്രയ്ക്കൊരു ഭംഗി തോന്നാത്ത ആ ഒരു ലീഫൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ റെഡും വൈറ്റും ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഗ്രീൻ കളർ ലീവ്സൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഫിംഗർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ പെയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബോട്ടിലേക്ക് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ട് ഒരു ബോട്ടിലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ചുമ്മാ നമ്മളിങ്ങനെ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത്. എന്നാലും നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ലീവ്സൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് സ്റ്റെമ്മ് പോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.